ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ഉത്ഭവമടങ്ങുന്ന തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ വിവരങ്ങളാണ്. ആദ്യമായി പേരക്ക. നമ്മുടെ നാടുകളിൽ സാധാരണയായി കണ്ടുവരുന്നൊരു ഫലമാണ് പേരക്ക. പേരക്കയുടെ ജന്മദേശം അമേരിക്കയാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ശാസ്ത്രീയ നാമം ഗുജാവ എന്നാണ്. നാരങ്ങയുടെ 4 മടങ്ങ് വിറ്റമിൻ സി പേരക്കയിൽ അടങ്ങിയിരിക്കുന്നു. അടുത്തത് പപ്പായ. പപ്പായയുടെ ജന്മദേശം അമേരിക്കയാണ്. വിത്തിൽ നിന്നാണ് പപ്പായ വളരുന്നത്. ഇരുമ്പ്, കാൽസ്യം, വിറ്റമിൻ എ, ബി, സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അടുത്തത് മരച്ചീനി. മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്ക. ഭക്ഷ്യയോഗ്യമായ ഒരു കിഴങ്ങാണ് മരച്ചീനി. തെക്കൻ കേരളത്തിൽ കപ്പ എന്നും വടക്കൻ കേരളത്തിൽ പൂള എന്നും മധ്യ കേരളത്തിൽ കൊള്ളി എന്നും അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ കസാവ എന്നും അറിയപ്പെടുന്നു. അടുത്തത് കശുവണ്ടി. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീലാണ്. വിത്തിൻ്റെ പുറന്തോട് ലൂബ്രിക്കൻറ്റുകൾ, പെയിൻറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവ ധാരാളമായി കശുവണ്ടിപ്പരിപ്പിൽ അടങ്ങിയിരിക്കുന്നു. അടുത്തത് കൈതച്ചക്ക. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ്. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു. മുടി, ചർമ്മം, എല്ലുകൾ ഇവയ്ക്ക് വളരെ നല്ലതാണ്. പഞ്ചസാര കുറവായതിനാൽ പ്രമേഹ രോഗികൾക്കും പൈനാപ്പിൾ കഴിക്കാം. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. അടുത്തത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ്. വിറ്റമിൻ സി, പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളമടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്.